നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനെ വെറുക്കുന്നു എന്നത്. ദുഷ്ടതയെ ദൂഷിക്കുന്ന ഹൃദയത്തിലാണ് ദൈവം തൻ്റെ ആനന്ദം പകരുന്നത്. പലപ്പോഴും നാം നന്മയെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. എന്നാൽ തിന്മയോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? പാപത്തെയും അനീതിയെയും വെറുക്കാത്ത ഒരു ഹൃദയത്തിന് ദൈവത്തിൻ്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. ദൈവജനം ഇപ്രകാരം പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദൂഷിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ തൻ്റെ കൂട്ടുകാരിൽ അധികമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ബൈബിളിലെ യോസഫിന്റെ ജീവിതം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. പോത്തിഫറിന്റെ ഭാര്യ തന്നെ പാപത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, ഞാൻ ഈ വലിയ ദോഷം ചെയ്തു, ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ പാപത്തെ അത്രമാത്രം വെറുത്തത് കൊണ്ടാണ് തടവറയിൽ നിന്ന് അവനെ സിംഹാസനത്തിലേക്ക് ദൈവം ഉയർത്തിയത്. അവന്റെ ഹൃദയത്തിലെ ആ വിശുദ്ധിയെ ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. തിന്മയോട് സന്ധിയില്ലാത്ത വെറുപ്പാണ് നന്മയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ തെളിവ്. പാപത്തെ വെറുക്കുന്ന ഹൃദയം ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ തിന്മയോടുള്ള വെറുപ്പ് വർദ്ധിക്കുമ്പോൾ ദൈവിക സന്തോഷം താനേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരും. എൻ്റെ ഉപദേശം ഇതാണ്: ലോകത്തിൻ്റെ തിന്മകളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കരുത്. അനീതിയെയും അശുദ്ധിയെയും കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാകട്ടെ. അത് മനുഷ്യരോടുള്ള വെറുപ്പല്ല, മറിച്ച് പാപത്തോടുള്ള വെറുപ്പാണ്. അങ്ങനെയുള്ള ഹൃദയങ്ങളെ ദൈവം തന്നെ സ്വർഗീയ സന്തോഷം കൊണ്ട് നിറയ്ക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.